നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്ലാനുകൾ പാളുന്നു. ബാഴ്സലോണയുടെ യുവതാരത്തിന് 6-7 മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, റൂണിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. താരത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബാഴ്സലോണയിൽ നിന്ന് ലോണിൽ പോവുക എന്നുള്ളതായിരുന്നു. ഫ്ലിക്കിൻ്റെ ഈ സീസണിലെ പ്ലാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോണിൽ പോവുക, മറ്റിടങ്ങളിൽ പ്ലെയിൻ ടൈം കരസ്ഥമാക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ACL ഇഞ്ചുറിയായി. ഇനിയിപ്പോൾ ആരും അദ്ദേഹത്തെ ലോണിൽ എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വല്ലാത്തൊരു സെറ്റ് ബാക്കാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ദർ ഇസ് എ ബാഡ് ന്യൂസ് റിഗാർഡിംഗ് റൂണി ബർദഗി ഇഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരം. അദ്ദേഹത്തിൻ്റെ വലത് കാൽമുട്ടിനാണ് ഇപ്പോൾ ACL ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. 2024 അവിടെ ആ കാൽമുട്ടിന് തന്നെ സെർജറി നടത്തിയതാണ്. അന്ന് ഏതാണ്ട് 1 വർഷക്കാലം പുറത്തിരുന്ന താരമാണ്. ഇപ്പോൾ വീണ്ടും അതേ കാലിന്, ആ കാൽമുട്ടിന് തന്നെ ACL ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ രൂപത്തിലുള്ള തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഫബ്രിസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബാഴ്സലോണ വിംഗർ റൂണി ഹാസ് ടോൺ ഹിസ് ACL ആൻഡ് വിൽ ബി ഔട്ട് ഫോർ ദി നെക്സ്റ്റ് 6 to 7 months. അടുത്ത 6-7 മാസക്കാലം പുറത്തായിരിക്കും. അദ്ദേഹത്തിന് ACL ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. ടെറിബിൾ ന്യൂസാണ് സ്വീഡിഷ് വിംഗറെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം കൂടുതൽ പ്ലേയിങ് മിനിറ്റുകൾക്ക് വേണ്ടി ബാഴ്സലോണ വിടാൻ പോവുകയായിരുന്നു ലോണിൽ. പക്ഷേ ഇപ്പോൾ അതെല്ലാം, പ്ലാനെല്ലാം തെറ്റിയിരിക്കുന്നു. ഗെറ്റ് വെൽ സൂൺ എന്ന് ഫബ്രീസിയോയും കുറിക്കുന്നു. ചുരുക്കത്തിൽ പ്ലാനൊക്കെ തകിടം മറിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ബാഴ്സലോണയിൽ നിന്ന് മറ്റു ചില ഔട്ട് ഗോയിങ്ങുകൾക്കുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ ജോഫ്രെ ടൊറൻറ്റ് ബാഴ്സലോണ വിടുകയാണ്. അദ്ദേഹം അയാക്സിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത മുണ്ടോ ഡിപ്പോർട്ടിവോ പുറത്തുവിടുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ ട്രാൻസ്ഫർ ഒഫീഷ്യലായേക്കും എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാഴ്സലോണ അദ്ദേഹത്തിന് അയാക്സിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ബൈബാക്ക് ഓപ്ഷൻ വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നതെന്നാണ്. ഹൗവർ ഈസ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ കുഡ് സ്റ്റിൽ ബി away from Amsterdam as Celta Vigo are interested in taking him on loan എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിയുടെ റിപ്പോർട്ട്. അതായത് അദ്ദേഹം അയാക്സിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് സെൽറ്റ വിഗോ അദ്ദേഹത്തെ ലോണിൽ കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ചുരുക്കത്തിൽ ജോഫ്രെ ടൊറൻറ്റ് പോകുന്നത്, അയാക്സിലേക്ക് പോകുന്നത് ലോണിലല്ല, അത് ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫർ തന്നെയാണ്. പക്ഷേ ബാഴ്സ ബൈബാക്ക് ക്ലോസ് വെക്കും. അങ്ങനെ അങ്ങോട്ടേക്ക് പോയ ഉടൻ തന്നെ താരം പിന്നീട് ലോണിൽ സെൽറ്റ വിഗോയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.